നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ ഡൈനാമിക് സൂപ്പർ സ്റ്റാർ അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഒരു പേര് പുള്ളിക്ക് വീണു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഓടി നടന്ന് കുറേ പടങ്ങൾ ചെയ്ത് പൊട്ടിച്ചതിൻ്റെ പേരിൽ പുള്ളിയെ അങ്ങനെ ആളുകൾ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിശേഷണം പുള്ളിക്ക് ചാർത്ത കിട്ടി. അതിൽ നിന്നൊരു രക്ഷ നേടുക അല്ലെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്ക് സാധിക്കും. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് WCU എന്ന് പറഞ്ഞ അവരുടെ പുതിയ സിനിമാറ്റിക് യൂണിവേഴ്സ്. അതായത് നമ്മുടെ മിന്നൽ മുരളിയും ഇതൊക്കെ തമ്മിൽ എവിടെയെങ്കിലും കണക്ട് ആവും എന്നുള്ളതാണ്. തുടക്കം പോലെ ഇതിന്റെ പോസ്റ്റേഴ്സ് എല്ലാം തന്നെ വളരെ രസമുള്ള. അതെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് യൂഷ്വലി ധ്യാൻശ്രീനിവാസന്റെ സിനിമകൾ പോലല്ല ഇത്. കുറച്ച് എന്തോ പരിപാടി ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ ആ പടത്തിൻ്റെ ഫസ്റ്റ് ടീസർ എന്ന് റിലീസ് ആയതുകൊണ്ട് നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഇതിലെങ്കിലും ധ്യാൻശ്രീനിവാസൻ ശാമോഷം കിട്ടുമെന്ന് കണ്ടറിയാം. പുള്ളിക്ക് വേണ്ടല്ലോ ശാമോഷം. പുള്ളിക്ക് ശാമോഷം വേണ്ട, അതാണ് കാര്യം. സോ നമുക്ക് അതിൻ്റെ ടീസർ കണ്ടു നോക്കാം. അപ്പൊ ശരിക്കും കോക്കാച്ചി എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അല്ലേ? ഉണ്ട്. ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. മാത്രമല്ലല്ലോ ഉജ്ജ്വലം ചെയ്യുന്നത്. എല്ലാരും ധാരാളമായിട്ട് ഉജ്ജ്വലം വിളിക്കണം. ഒരു ചുവട് 2.0 ധ്യാൻശ്രീനിവാസൻ 2.0 ചമഞ്ചാകോ ഈ നാട്ടിലുള്ള എല്ലാവരും തന്നെ എന്റെ മുന്നിൽ സസ്പെക്ട് ആണ്. മോശമുള്ള കത്തിയും കൈകളിൽ അടുത്തേക്ക് വരുന്നു. പിന്നെ ചോരയിലെ കുളിച്ചു കിടക്കുന്ന ശവശരീരം. മറ്റന്മാര് അറിയാം പേര് ഞാൻ മറന്നു കേട്ടോ. ഞാനിപ്പോൾ എത്തി നിൽക്കുന്നിടത്ത് അവനെത്താൻ അവൻ ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നു. എന്നെ കുറിച്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അവൻ ആരാണെന്ന് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് നിനക്ക് മാത്രമായിരിക്കും. രാഹുൽ അമീൻ അല്ലേ? അതായത് ഒരു നാട്ടുംപുറത്തെ എനിക്ക് അത് തന്നെ മുഖംമൂടിയിട്ട് കണ്ടപ്പോഴേ നമ്മുടെ ഷിബു പണ്ട് ബാങ്ക് ഗോൾ അടിക്കാൻ പോയപ്പോൾ മില്ലുള്ളിൽ ബാങ്ക് ഗോൾ അടിക്കാൻ പോയപ്പം ഇതേപോലെ ഒരു മാസ്ക് ഇട്ടുണ്ടല്ലേ പോയി ചാക്ക് അല്ലേ? ചാക്ക് കയറിയത് ഇങ്ങനെ പോലല്ല. ഇനി ലാസ്റ്റ് മിന്നൽ മുള്ളി വന്ന് രക്ഷിക്കുമായിരിക്കും. ഉജ്ജ്വലിനെ കൊണ്ട് നടക്കാതെ വരും, മിന്നൽ മുള്ളി വരും. അങ്ങനത്തെ ലൈനായിരിക്കും. ഏതായാലും ഇപ്പം ഈ അടുത്തിറക്കി ഇറങ്ങിയ ധ്യാൻശ്രീനിവാസൻ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ബെറ്റർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു വിശ്വാസമുള്ള പ്രൊഡക്ഷൻ കമ്പനിയാണ്. അവരെടുക്കുന്ന പടങ്ങളെല്ലാം തന്നെ ഗ്യാരണ്ടിയുള്ള പടങ്ങളാണ്. അതുകൊണ്ട് ഈ സിനിമയും നന്നാവുമെന്ന് നമുക്ക് തോന്നുന്നു. കാര്യം അതിനുള്ള പരിപാടിയുണ്ട്. പിന്നെ ഇവർ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നുള്ള ലൈനിൽ ആരംഭിച്ചുകൊണ്ട് തന്നെ മോശമാകാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഇത് മൊത്തം സെറ്റിംഗ് ഭയങ്കര രസമുണ്ട്. പക്ഷേ ധ്യാൻശ്രീനിവാസൻ മാത്രം ഇപ്പം നമ്മൾ കണ്ട കുറേ പടങ്ങളുടെ അതേ ഒരു തന്നെയൊക്കെയാണ്. പ്രത്യേകിച്ചൊരു മാറ്റം ഇല്ലാത്ത പോലെ ഉണ്ട്. ബട്ട് ബാക്കിയുള്ള പിന്നെ അതുപോലെ മറ്റേ അവരെ രണ്ടുപേരെ മനസ്സിലായി. മറ്റേ അമീൻ ലാസ്റ്റ് ഒന്ന് അവര് മറ്റേ നമ്മുടെ റീലൊക്കെ ഒരുപാട് ചെയ്ത മനസ്സിലായി. അവരുടെ പേര് ഞാൻ മറന്നുവേടാ. എനിക്ക് തോന്നുന്നു എന്തായിരുന്നു അവരുടെ ചാനലിൻ്റെ പേര്. മറ്റേ അമീൻ എന്നാണ് മറ്റേ പയ്യൻ്റെ പേര്. ഏത് ലാസ്റ്റ് കാണിച്ച പയ്യൻ്റെ പേര്. സോ അപ്പോൾ അവരൊക്കെ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പടത്തിലേക്ക് എടുക്കുന്നതും പിന്നെ ഈ സിനിമ ഇവർ ഇനിഷ്യലി ഇത് തുടങ്ങി അനൗൺസ് ചെയ്ത സമയത്ത് തൊട്ടേ നല്ല ഒരു ഇതുണ്ടായിരുന്നു. അല്ല അത് മാത്രമല്ല ഇത് മറ്റേ മിന്നൽ മുള്ളിയുടെ റൈറ്റേഴ്സ് ഉണ്ടല്ലോ, അവരന്ന് ഈ പറഞ്ഞ അവരുടെ അനുവാദം ഇല്ലാതെയാണ് ഇത് ചെയ്തത്. ഒരു ചെറിയ ബഹളം ഉണ്ടായിരുന്നു, പ്രശ്നം. പിന്നീട് അത് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞു കേട്ടില്ല. നല്ലൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് വേണ്ടേ നമുക്ക്, കൊള്ളാം. ഇപ്പം സൂപ്പർ ഹീറോസ് ഇപ്പം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ നമ്മൾ ഈ പറഞ്ഞ മറ്റേ ബാലരമ വൈമ, ഇപ്പം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, മിന്നൽ മുരളി എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ എല്ലാവരും കൂടെ വെച്ചുകൊണ്ട് ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടാക്കുക. മൾട്ടിപ്പിൾ ഇനിയും ക്യാരക്ടേഴ്സ് ഒരുപാട് പേര് വരുമായിരിക്കും. ഇവരുടെ ആക്ച്വലി ഈ സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെ മറ്റേ ജാംബി എന്ന് പറഞ്ഞൊരു പടം ഉണ്ടല്ലോ, അപ്പൊ അതിനെ ഇവര് ഇങ്ങനൊരു ഇതിന്റെ യൂണിവേഴ്സിനകത്ത് തന്നെയാണെന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ എങ്ങനെയായിരിക്കും ഇവർ ഇതിനെ
കണക്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പം മിന്നൽ മുള്ളിയായിട്ട് ചിലപ്പോൾ കണക്ഷൻ ഇവരീ പറഞ്ഞ കുറുക്കൻ മൂലയ്ക്ക് അടുത്തുള്ള മറ്റൊരു സ്ഥലം ഗ്രാമം അങ്ങനെയൊക്കെ ആണോ എന്താണ് അതിൻ്റെ പരിപാടി നമുക്ക് അറിയത്തില്ല. സോ നമുക്ക് പടം ഒരു ഗ്രാമത്തിലാണ് സോംബി ഔട്ട് ബ്രേക്കിന്റെ നല്ല രസമായിരിക്കും. അത് തന്നെ, അത് നമുക്ക് പറയാം. അത് അതിന്റെ സൂപ്പർ ഹീറോ സോംബീസ്, അതിന്റെ കൂട്ടത്തിൽ ഡിറ്റക്റ്റീവ്, അല്ല അത് അതൊരു ഒരു രസമല്ലേ, അങ്ങനത്തെ ഒരു കണക്ഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ അപ്പോൾ ഇതിന്റെ ഈ ട്രെയിലർ എനിക്ക് ഉടനെ റിലീസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉടനെ റിലീസ് എന്ന് തോന്നുന്നു. അപ്പം ഇൻവെസ്റ്റിഗേറ്റിംഗ് സൂൺ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു മെയ്യിലേക്കോ ജൂണിലേക്കോ വല്ല റിലീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ കാലഘട്ടം മുള്ളിയുടെ ടൈം ആയിരിക്കാനുള്ള ചാൻസ് കണ്ടില്ലേ? ഇവര് മറ്റേ കാസറ്റും പരിപാടിയൊക്കെ ഇട്ട് ഇവന് ആക്ച്വലി വോക്ക്മാനൊക്കെ വെച്ച് നടക്കുന്നുണ്ടല്ലേ. അവർക്ക് തോന്നുന്നു 90s ആ ഒരു ടൈം വീഡിയോ കാസറ്റ് ഒക്കെ. അപ്പോൾ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. അതെ, ധ്യാൻ ശ്രീനിവാസന്റെ പ്രതീക്ഷയുള്ള സിനിമ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സംഭവം. അതെ, ഈ ഡൈനാമിക്സ് ഇടയ്ക്കിടത്ത് പറയല്ലേ കേട്ടോ. നാളെ അവരുടെ അടുത്ത് കാണുമ്പോൾ എടുത്തിട്ട് കൊടുക്കും. അപ്പോൾ ഏതായാലും ഇനി ഇതിന്റെ ട്രെയിലർ വരട്ടെ, കുറച്ചുകൂടെ ഉറപ്പാണോ. പിന്നെ സിജു വിൽസൺ ഒരു മെയിൻ ക്യാരക്ടറാണ്. ചേട്ടനാണ്, കാരണം മറ്റേ കോട്ടനാസിൽ കഥ പറയുമ്പോൾ രണ്ടുപേരുണ്ട്. അതായത് മൂത്ത ആള് പോലീസുകാരനും ഇളയാള് ഡിറ്റക്റ്റീവും, അങ്ങനെ കൈൻഡ് ഓഫ് അതൊക്കെ ചെയ്യാലോ. അപ്പൊ ചേട്ടനെ കൊണ്ട് തെളിയിക്കാൻ പറ്റാത്ത കേസ് തെളിയിക്കാൻ പോലീസ് അല്ലാത്ത ഡിറ്റക്റ്റീവ് അനിയൻ വരുന്നു. നമ്മളിവിടെ പോയി അപ്പൊ നമുക്ക് നിർത്താം, ഇല്ലെങ്കിൽ ഫുൾ കഥ പറയുക.